എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1-ാം തീയതിയാണ്. നമ്മൾ അടുത്ത സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മാസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് 22 പോയിൻ്റാണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. 22 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ആണ്. 134 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,794 മാർക്കറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 22 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 794 തന്നെ ഏകദേശമൊക്കെ വരും. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഡേയിൽ ഫ്രൈഡേ 20-ാം തീയതി മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു, പിന്നെ മേളിലോട്ട് പോയി, അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടാണ് ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലോട്ട് പോയത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ 25,794 ബ്രേക്ക് ചെയ്താണ്. ഇത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും 2 സ്ഥലങ്ങളാണ് സപ്പോർട്ടായിട്ടുള്ളത്. ഒന്ന് 25,754, 2 25,701 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് 25,904 മാർക്കറ്റ് മൂവ് ചെയ്യണത്. പിന്നെ മാർക്കറ്റ് വ്യാഴാഴ്ചയോടുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ, അതായത് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ചക്കുള്ളിൽ 26,059 എന്നുള്ളൊരു ലെവല് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊരു പ്ലാൻ ഡി ആയിട്ട് നമുക്ക് കയ്യിൽ വെച്ചാൽ മതി. പ്ലാൻ എ ആയിട്ടോ പ്ലാൻ ബി ആയിട്ടോ പ്ലാൻ സി ആയിട്ടോ വെക്കണ്ട. പ്ലാൻ ഡി ആയിട്ട് നമ്മുടെ മനസ്സിലൊന്ന് വെച്ചേക്ക്. 26,059 മാർക്കറ്റ് പതുക്കെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന വ്യൂ. അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 22 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലിയ ദൂരത്തേക്കൊന്നും പോകേണ്ടതായിട്ടില്ല. നമുക്ക് 25,967, 25,800 ആ സി നമുക്ക് നോക്കാം. 25,800 സി റേറ്റ് വെച്ച് നോക്കുമ്പോൾ 25,800 143 നിൽക്കുന്നത്. ഇത്തിരി
സ്പീഡ് കുറവായിരിക്കും. ഇപ്പോൾ 25,700 നമുക്ക് നോക്കാം. 25,700 ഇത്രയും കൂടെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ പിയുടെ സ്ട്രൈക്കിൽ നമുക്ക് 26,000 പി നോക്കാം. ഈ രണ്ട് സ്ട്രൈക്കുകളാണ് നമ്മളിന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 5 മിനിറ്റിൽ കുറച്ച് നേരം ഒന്ന് നോക്കുന്നുണ്ട്. ഈ 2 മിനിറ്റിൽ നമുക്ക് ചെറിയ ചെറിയ പോയിന്റുകൾ കിട്ടിയിട്ട് ബിഗ് ബ്രേക്കൗട്ട് വരുന്ന കാരണം നമ്മൾ ഈ ഒരു മാസം ചറപറ ട്രേഡൊന്നും എടുക്കാതെ നല്ല ട്രേഡുകൾ എടുത്ത് ഒരു 21 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 മിനിറ്റിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ മാർക്കറ്റ് സിയിലേക്കാണ് താൽക്കാലികമായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ സിയിൽ 210 മുകളിലേക്ക് വന്നാൽ നമുക്കൊരു ബൈ ചാൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ 182 താഴത്തോട്ട് പോയാൽ മാത്രമാണ്. 182 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ചില സമയങ്ങളിൽ ലെങ്തി ക്യാൻഡിൽ വരും, ചിലപ്പോൾ ഒന്ന് ബ്രേക്കൗട്ടായിട്ട് തിരിച്ച് ആ ക്യാൻഡിൽ തന്നെ റിവേഴ്സ് കയറും, ചിലപ്പോൾ ഒന്ന് ബ്രേക്കൗട്ടായിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് കയറും. അപ്പോൾ പർട്ടിക്കുലറായിട്ട് അവിടുത്തെ സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമേ, രണ്ട് ചാർട്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് മാത്രമാണ് നമുക്കവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിയിൽ സ്റ്റിൽ ഡൗൺ സൈഡിലാണ് RSI നിൽക്കുന്നത്. അത് നേരെ ഡൗണിലേക്ക് വന്നാൽ 155 കൺസോൾട്ടേഷൻ സോണിലേക്കും, സിയിൽ ഈ 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്ന വരെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു 285 വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ 182 താഴെ പോയാൽ മാത്രം നമ്മൾ 182 താഴെ പോകുന്നതിനോടൊപ്പം ഈ ഒരു ചാർട്ട് പിയുടെ മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 250 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, പിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ, ഒരു 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 251 21 പോയിൻ്റ് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിലവിലിപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് നിൽക്കുന്നത്, 22 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അത് 228 മുകളിലേക്ക് പോയാൽ മാത്രമാണ് ഒരു 21 പോയിൻ്റ് താൽക്കാലികമായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് 2 മിനിറ്റിൽ നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് മോർണിംഗ് നമുക്ക് 2 മിനിറ്റ് ഒന്ന് നോക്കി വെക്കാം, എന്നിട്ട് നമുക്ക് 5 മിനിറ്റിലേക്ക് മാറാം. അപ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തായാലും ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ 5 മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, വേറൊരു സ്ക്രീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ പോയിൻ്റ് എന്തെങ്കിലും 5 പോയിൻ്റ് 2 മിനിറ്റിൽ കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്റർ അല്ലേ. തൽക്കാലം പീക്ക് അനുകൂലമായിട്ടാണ് RSI 2 മിനിറ്റിലാണെങ്കിലും നിൽക്കുന്നത് തന്നെ. 228 ബ്രേക്ക് ചെയ്താൽ 250-51 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 225 ബ്രേക്ക് ചെയ്ത് നിൽക്കണം ക്യാൻഡിൽ. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടാനായിട്ട് പറ്റില്ല. ഇൻ കേസ് മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് വന്നാലും നമുക്ക് ഈ ഒരു ലെവല് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാവുന്ന കേസസ് ഉള്ളൂ. ഇപ്പോൾ രാവിലെ തന്നെ SMA ടച്ച് ചെയ്തിട്ടായിരിക്കും വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 212 ഏരിയയൊക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരത്തുള്ളൂ. 228 മുകളിലോട്ട് പോയാലും ഒരു ഡൗൺ വന്നാലും 212 ആ യെല്ലോ ലൈനൊക്കെയാണ് ഒരു സപ്പോർട്ടായിട്ട് പിയിൽ ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ മോർണിംഗ് നമുക്ക് 2 മിനിറ്റിൽ ചെറുതെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് 5 മിനിറ്റിൽ RSI ഡൈവർജൻസ് ആവുന്ന പോലെ നമുക്ക് തീരുമാനിക്കാം. സ്റ്റിൽ 30 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിലും 1 അവറിൻ്റെ ക്യാൻഡിലാണെങ്കിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ സൈഡാണ്. അപ്പോൾ നിലവിലുള്ള സിയുടെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 220 ബ്രേക്ക് ചെയ്താൽ 227ലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. മുകളിലേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത്. കാരണം 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ 25,899 കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് 5 മിനിറ്റിൻ്റെ ഇൻഡെക്സിൽ കയറിയിരിക്കുന്നത്. പക്ഷേ സീനെ സംബന്ധിച്ച് ശരിക്കും 282 വരേണ്ടതാണ്, പക്ഷെ അത്രയൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. സ്റ്റിൽ ഇനി 245, ഇതിപ്പോൾ ആർക്കും അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കാൻ പറ്റണം എന്നില്ല.
എന്നാലും 245 ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു മൂവ്മെൻറ്റ് 258 അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത്. നമുക്ക് 5 മിനിറ്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാം. രാവിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 5 മിനിറ്റിലാണ് കോൺസെൻട്രേഷൻ ചെയ്യണേ. അപ്പോൾ പിന്നെ അതിൽ ഒരു മാറ്റമൊന്നും നമ്മൾ വരുത്തണ്ട. 5 മിനിറ്റിൽ RSIയിലെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ മടക്ക് നമുക്ക് ഗ്രീനിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ്, പിയിൽ നമ്മൾ ഡൗൺ വന്നു കഴിഞ്ഞാൽ 157 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവുമെന്നാണ് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് 157 ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ വരികയാണെങ്കിലും 142 മാർക്കറ്റ് വരുന്നത്. അപ്പം അതുകൊണ്ട് സി സൈഡ് തന്നെയാണ് താൽക്കാലികമായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മഞ്ഞ ലൈനിലായിരിക്കും. അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. പി സൈഡ് ആണെങ്കിലും വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്യും. അപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്തായാലും ഉണ്ടാവും. ഇത് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ പിയുടെ 143 ആണ്. അപ്പോൾ 143ലേക്ക് വരുന്നതനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും സി 282 ചെല്ലേണ്ട സാധനമാണ്. RSI ക്രോസ് ഓവറായി റെഡിലേക്ക് കയറാതെ നമ്മൾ പിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു റിജക്ഷൻ വരാനുള്ള ഏരിയ ഏകദേശം ഒരു 264 ഭാഗത്തൊക്കെയാണ് ഒരു റിജക്ഷനും വന്നാലും വരത്തുള്ളൂ. ഇനി ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്യും. അതായത് പിയിൽ നമ്മൾ ഈ ബ്ലൂ ലൈനിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താനുള്ളൊരു ഏരിയ നമ്മൾ പറഞ്ഞു 155ലേക്ക്. 155 ഇനി കൺസോൾട്ടേഷനാണ്. അതിനുശേഷം അവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്ത് ഒരു ഡൗൺ വന്നാൽ 100ലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത്. അതായത് സിയിലായിരിക്കും മൂവ്മെൻറ്റ്. സിയിൽ നമ്മുടെ മനസ്സിൽ 282 നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു ബിഗ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. RSIയുടെ ക്രോസ് ഓവർ ഒരു സൈൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ ഈ ഭാഗത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് പിയുടെ നിൽക്കുന്നത്. എന്നാലും 5 മിനിറ്റിൽ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ 25,898 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിൽക്കുന്ന കാരണമാണ്. ഇനി കുറച്ച് നേരം എന്തായാലും കൺസോൾട്ടേഷനാണ്. അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. ചെറിയ വലിയ കാര്യമായിട്ടുള്ളൊന്നും പോയിന്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഭാഗത്തു നിന്ന് താഴത്തോട്ടുള്ള 155ലേക്ക് ടച്ച് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ് സിയിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. $245 മാർക്കറ്റ് നിൽക്കുന്നത്. 155 സോറി, പിയിൽ 155ലേക്കാണ് മാർക്കറ്റ് ഡൗൺ ആവുമെന്ന് നമ്മൾ പറഞ്ഞത്. ആ 155ലേക്ക് ഡൗൺ ആവുമ്പോൾ അത് നമ്മൾ സിയിൽ പ്രോഫിറ്റബിൾ ആക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ടാലിയാക്കാൻ വേണ്ടി. സി 25,700 നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. പി 26,000 പി ആണ് നമ്മൾ ഇപ്പോൾ 244 ലെവലിലുള്ളത്. നമ്മളൊരു സപ്പോർട്ട് സോൺ പറഞ്ഞത് 182 ആണ്. 182-ന് താഴത്തോട്ട് പോയാൽ മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ടാണ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. എന്തുകൊണ്ട് മുകളിലോട്ട് പോയെന്ന് വെച്ചാൽ പിയിൽ ഈ 210 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മൾ 155ലേക്ക് മാർക്കറ്റ് ഡൗൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് ഇവിടെ മൂവപ്പ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എന്തായാലും കുറച്ച് നേരം കൺസോൾട്ടേഷൻ വരും. കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം മാത്രമാണ് അടുത്ത RSI സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. ഇനി ഇത് ക്രോസ് ഓവർ ആവണം. ക്രോസ് ഓവറായി റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് കൺഫേം ആയിട്ട് പിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ 195 ബ്രേക്ക് ചെയ്താൽ 212ലേക്കൊരു മൂവ്മെൻറ്റ് നമുക്ക്, നമ്മൾ സേഫായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് നമ്മൾ സേഫായിട്ടുള്ള മൂവ്മെൻറ്റേ നോക്കുന്നുള്ളൂ. നിലവിൽ ഇനി സിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. അതായത് 247 ബ്രേക്ക് ചെയ്താൽ 252-55 ഭാഗത്തേക്കായിരിക്കും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. ആ 252-55 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 282ലേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ് കിട്ടണത്.
കാരണം മാർക്കറ്റ് ഇപ്പോഴും സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. പി സൈഡിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ക്രോസ് ഓവർ വരാതെ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കേസ്, സിയിൽ 30 മിനിറ്റിൽ ഫ്യൂച്ചറിൽ RSI ക്രോസ് ഓവറായിട്ട് 45 ഡിഗ്രി അപ്പ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. കാരണം 30 മിനിറ്റിൽ നല്ലൊരു ഡംപിൻ്റെ ക്രോസ് ഓവറിന് ശേഷം RSI അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു. അതേപോലെ 1 അവറിൻ്റെ ചാർട്ടിൽ മടക്ക് വന്നിട്ട് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ ഒരു സി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം പി സൈഡിലേക്ക് ഇപ്പം നോക്കണ്ട. നമുക്കൊരു മൂവ്മെൻറ്റ് കൺഫേം ആയിട്ടുള്ളൊരു ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിലും മാർക്കറ്റ് ഒരു പോയാലും ഒരു 188 വരെയൊക്കെ മാക്സിമം പോകത്തുള്ളൂ. 88 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 to 95, 95 to 206, 215 അതൊക്കെ ആയിരിക്കും പിയുടെ ഒരു മൂവ്മെൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനും വന്നിട്ട് നമ്മളെ ട്രാപ്പിലാക്കും. അതിനുശേഷം കംപ്ലീറ്റ് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ബിഗ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവണേ. അപ്പോൾ അത് മൊത്തത്തിൽ RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഹയർ ടൈം ഫ്രെയിം ഒക്കെ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് പിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിലും ഏകദേശം ഒരു 180 ബ്രേക്ക് ചെയ്താൽ 90ലേക്കുള്ളൊരു 5 പോയിൻ്റ് ആദ്യത്തെ സ്കാൽപ്പിംഗ് പോയിൻ്റാണ്. 85 തൊട്ട് 90 വരെ. പിന്നെ ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത 90 to 95. കാരണം ഒരുപാട് തടസ്സങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒറ്റയടിക്കുന്നൊരു മൂവ്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. RSIയുടെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുമില്ല. നമ്മൾ 5 മിനിറ്റിൽ ലെങ്തി നോക്കുന്ന കാര്യം അതാണ്. നമുക്ക് ട്രേഡ് കുറച്ചാണെങ്കിലും കിട്ടുന്നതിൽ നല്ല പോയിന്റ് കിട്ടണം. ഇനിയിപ്പോൾ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. അടുത്ത ക്യാൻഡിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ഫാളായാൽ 105ലേക്ക് പി ഡൗൺ ആവും അടുത്ത ക്യാൻഡിൽ. ആ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ സിയിലെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 255ലേക്കോ 272, 282 ലെവലിലേക്കോ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്. നമ്മൾ ഒരു റെഡ് ഡോട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെഡ് ഡോട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ കാര്യം പ്ലാൻ ചെയ്യാം. 175 ബ്രേക്ക് ചെയ്താൽ മാത്രം. ഇതൊരു റിവേഴ്സ് സൈനാണ്. പിന്നെ റിസ്കി ട്രേഡേഴ്സിന് ഇവിടെ എൻട്രി എടുക്കാം എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ റെഡ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. റിസ്കി ആണെങ്കിൽ എൻട്രി എടുക്കാം. 150 താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടാം. ഒരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ആ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോവുകയാണെങ്കിൽ ഈ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കയറി വന്നാൽ, റിസ്കിയാണ്, നല്ല രീതിയിൽ കയറി വന്നാൽ നമുക്ക് 167 ആദ്യത്തെ ഒരു റിജക്ഷൻ ഏരിയ ഉണ്ട്. 165 ആ 165 ബ്രേക്ക് ചെയ്ത 190 ഭാഗത്തേക്കായിരിക്കും പിയിൽ മൂവ്മെൻറ്റ് കിട്ടണേ. കാരണം ഇവിടെ SMA താഴത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് 5 പോയിൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു 3 പോയിൻറ്റിലേക്ക് ചുരുക്കുക. അങ്ങനെ കയറ്റി സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ ഹിറ്റ് ചെയ്യാൻ പറ്റും? 260 ബ്രേക്ക് ചെയ്താൽ 271 നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒരു റെഡ് ഡോട്ടാണ് രാവിലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചൊരു സപ്പോർട്ട് സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത്. കാരണം RSI പതുക്കെ തിരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഒരു ട്രൈ അങ്ങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞാൽ 165 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റോ തൊട്ട് മുകളിലോ ഒക്കെ കയറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്നൊരു ബ്രേക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 190 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. അത് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കറിയാം. ആ ട്രെൻഡ് ഒരു കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നെക്സ്റ്റ് ക്യാൻഡിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
കാരണം ഒരിക്കലും മാർക്കറ്റ് ത്രൂ ഔട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇനി അടുത്ത ക്യാൻഡലിൽ ഒരു ലോവർ വിക്കൊക്കെ വന്നതിന് ശേഷമായിരിക്കും പിന്നെ 167 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണേ. കൺഫേം ആയിട്ട് സ്കാൽപ്പ് ചെയ്യുന്ന സ്ഥലത്ത് സ്കാൽപ്പ് ചെയ്തൊരു 5 പോയിന്റ് കിട്ടിയെന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പരിപാടിയും തീർക്കാം. ഇരുന്നൂറ്റി 220 മേജർ സപ്പോർട്ട് സോൺ. ആ മേജർ സപ്പോർട്ട് സോൺ 210 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 199 ഫാൾ ആവുന്നത് 5 മിനിറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിൽ. 220 ഈ ഒരു ക്യാൻഡിലിൻ്റെ ടിപ്പ് ഹിറ്റ് ചെയ്യുന്ന അറ്റേ ടൈമിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാം. അത് 15 മിനിറ്റ്സ് അടുത്ത് 15 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. 15 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. അത് നേരെ SMA വരാം, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലായിരിക്കും SMA വരുന്നത്. കാരണം RSI ക്രോസ് ഓവർ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ക്രോസ് ഓവറായി. ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. ഒരു ലോവർ വിക്ക് വരാം. ലോവർ വിക്ക് വന്നാലും പിയുടെ ലോവർ വിക്ക് 169 ഡൗൺ ആവത്തേ ഉള്ളൂ. 169 താഴത്തോട്ട് വന്നാൽ മാത്രമേ പി ഡൗൺ ആവത്തുള്ളൂ. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഒരു ലോവർ വിക്ക് വരാം. ഇനി 177 ബ്രേക്ക് ചെയ്താൽ അത് മേളിലോട്ട് പോകും. ഓരോ ക്യാൻഡിലും ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ 185 എന്നുള്ള ലെവലിലേക്കായിട്ടുണ്ട്, 190 ലെഫ്റ്റ് സൈഡിൽ സിയിൽ SMA മുട്ടിയിട്ടുണ്ട്. നേരെ 195 ആയി. ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടെ താഴുവാണെങ്കിൽ 211 മാർക്കറ്റ് മുട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് പീനെ സംബന്ധിച്ച്. ആ വൈറ്റ് ഡോട്ടിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു അപ്പ് കിട്ടിയ 211. അപ്പോൾ നമ്മളെ എൻട്രി എടുത്ത ഏരിയ 155 നമ്മൾ എൻട്രി എടുത്ത്. 55, 65 വേണ്ട 60 കൂട്ടിക്കോ. 60 കൂട്ടിയാലും 65 കൂട്ടിയാലും 75, 85, 95 30 പോയിൻ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെയും വൈറ്റ് ഡോട്ട്, ഇവിടുത്തെ വൈറ്റ് ഡോട്ട് ഇതാണെങ്കിൽ ഇവിടുത്തെ വൈറ്റ് ഡോട്ട് ഇതാണ്. 190 ആണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഹൈ 207 വരെ പോയിട്ടുണ്ട് ഈ വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്ത്. അപ്പോൾ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഏറെക്കുറെ ഡണ്ണാണ്. ഇനി അടുത്ത മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, ആ ക്രോസ് ഓവറിലേക്കുള്ള ഈ ലൈൻ കഴിഞ്ഞിട്ട് ഈ ക്രോസ് ഓവർ വരെ മുട്ടുന്ന മൂവ്മെൻറ്റാണ് നമ്മൾ ഈ റെഡ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തിട്ട് 150 മുതൽ 195, 200 വരെ വളരെ ക്ലീൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അവിടെ കറക്റ്റായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇവിടെ കറക്റ്റായിട്ട് 197 മുട്ടി മാർക്കറ്റ് ഇതേ അവിടെ നിന്ന് വീണ്ടും റിവേഴ്സായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ, ഓൾറെഡി ട്രേഡ് കഴിഞ്ഞു. 9:32 ഓൾറെഡി നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. 10-35 പോയിൻ്റ്. ഇപ്പോൾ ഒരു 21 പോയിൻ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, ഡണ്ണാണ്. അപ്പം ഇനി എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ്? 190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 210 അടുത്ത മൂവ്മെൻറ്റ് പിയിൽ വരുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 250 ബ്രേക്ക് ചെയ്താൽ 282 സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു എൻട്രിയാണത്. അത് ആദ്യത്തെ റിജക്ഷനാണ് ഈ വൈറ്റ് ഡോട്ടിൽ ആദ്യത്തെ റിജക്ഷനാണ് ഈ വന്നത്. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് 195 ലെവലിലേക്കായിരുന്നു. അപ്പോൾ അവിടെ എടുത്ത് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റൊട്ടീനായി. ഇനി ആ 190 എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 211 ഈ മഞ്ഞലൈൻ മുട്ടാതെ നമുക്കിനി അടുത്ത മൂവ്മെൻ്റ് ഇല്ല. കാരണം ഒരു 9:45 ഇനി 10 മണി വരെ അടുത്തൊരു ടാർഗറ്റാണ്. ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് അടുത്ത ടാർഗറ്റിലേക്കാണ്. 10 മണിയുള്ള 15 മിനിറ്റ് 3 ക്യാൻഡിൽ, 3 ഗ്രീൻ ക്യാൻഡിൽ 3 ടാർഗറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഹെഡ്ജ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഹെഡ്ജ് ചെയ്യാം. 222 സി എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒരു 10 പോയിൻ്റ് ഇടാം.
ടാർഗറ്റ് 240 എടുക്കാം. അതായത് 222 തൊട്ട് 30, 40, 50 വരെയൊക്കെ എടുക്കാം. അതാകുമ്പോൾ ഒരു 18 പോയിന്റിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസും പോയിട്ട് ബാക്കി 8 പോയിന്റ് കിട്ടും. നേരെ മറിച്ച് പിയിലാണെന്നുണ്ടെങ്കിൽ 165 നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്താൽ 150 സ്റ്റോപ്പ്, അവിടെ 15 പോയിന്റ് വരും സ്റ്റോപ്പ് ലോസ്. അതാണ് ഇപ്പോൾ 150 നിൽക്കുന്നത്, അല്ല 163 നിൽക്കുന്നത്. 150 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 65, 70, 90, 200 വരെ. അപ്പോൾ 65, 70, 35 പോയിന്റ് പിയിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ വേണം. രണ്ടിലും 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് 30 പോയിന്റ് ടാർഗറ്റ്. 22 തൊട്ട് 30, 20, 50, 28 പോയിന്റ് സിയിൽ, 30 പോയിന്റ് പിയിൽ, 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഒരു 15 പോയിന്റ് രണ്ടിലും കിട്ടി, ഏതെങ്കിലും ഒരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് പരിപാടി നടത്താം. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. 10:05 കൂടി ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. ആ 10 മണിക്ക് ട്രേഡ് അവസാനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഉണ്ടാവുകയാണെങ്കിലും ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. 10 മണിക്ക് ഒരു 3 ക്യാൻഡിലിൽ, 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിലിൽ കണ്ടിന്യൂഷൻ മൂവപ്പ് നടത്തിയിട്ട് എവിടെയെങ്കിലും ചെന്ന് നിൽക്കണം. എൻ്റെ മനസ്സിൽ ഒരു ഏരിയ ഉണ്ട്. ഏരിയ എന്ന് പറയണത് മാർക്കറ്റ് 282-ൽ വൈകിട്ടാവുമ്പോഴത്തേക്ക്, ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും 282-ൽ ചെന്ന് നിൽക്കുക. എൻ്റെ പേഴ്സണൽ വ്യൂ അതിലേക്കാണ്. സിയിൽ 282 ആണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യൂ. കാരണം ഞാനത് ഈ പറഞ്ഞ പോലെ പറയാൻ പേടിയാണ്. കാരണം എല്ലാവരും അതെടുത്തിട്ടങ്ങ് ഇരിക്കും, അതിൽ കാര്യമില്ല. ഇപ്പോൾ 282-ലേക്ക് മാർക്കറ്റ് പോയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കും. എൻ്റെ പ്ലാൻ എ എന്ന് പറയുന്നത് 282 ആണ്. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും, കാരണം RSI ഒക്കെ കയറി വരുന്നുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കോൺസെൻട്രേഷൻ 282 ആണ്. അത് എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്ലാൻ പാളിപ്പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ പിയിലേക്ക് പ്ലാൻ ബി നോക്കത്തുള്ളൂ. കാരണം ഇപ്പം നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു വൈറ്റ് ലൈനിൽ തന്നെ ഒരു 5 ക്യാൻഡിൽ മാർക്കറ്റ് ഇത്രയും സ്റ്റേബിൾ ആയാൽ, ഇത്രയും മാർക്കറ്റ് നീങ്ങി വന്ന് ഒരു 5 ക്യാൻഡിൽ 10 ക്യാൻഡിൽ ഇവിടെ ഈ വൈറ്റ് ലൈനോട് അനുബന്ധിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും RSI താഴെ പോയിട്ട് തിരിഞ്ഞു വരുമ്പോൾ ആ ബ്രേക്ക് ഔട്ട് 250-ലേക്കോ 282-ലേക്കോ കിട്ടും. അതേപോലെ തന്നെ ഇവിടുത്തെ PE RSI മേളിലോട്ട് കയറുന്ന സമയത്ത് മാർക്കറ്റ് ഈ 150-ക്കും 190-ക്കും ഇടയിൽ തന്നെ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അന്ന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ ഡൗൺ ആവും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണതെന്ന് വെച്ചാൽ, ഇവിടെ പിയുടെ ഒരു SMA ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 200, 190, 200 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പിയിൽ നമ്മൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തത്. RSI പിയിലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ആ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് സിയിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. RSI സ്റ്റിൽ മൈനസിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ RSI ഈ റെഡിലേക്ക് കയറി മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ക്രോസ് ഓവർ ചെയ്ത് വരുമ്പോഴാണ് സിയിൽ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ആ ക്രോസ് ഓവർ എന്തായാലും വരും, കറങ്ങി തിരിഞ്ഞ് ഉച്ചയാണെങ്കിലും ഒക്കെ വരും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഹെഡ്ജിങ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത ടൈമിൽ രണ്ടിലും 15 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുള്ള ഹെഡ്ജിങ് ആണ് പ്ലാൻ ചെയ്തത്. നമ്മൾ 190 to 200 ആണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 195-ൽ റിജക്ഷൻ നിൽക്കുകയാണ്. RSI റെഡിലേക്ക് കയറി, ആ ഒരു കൺഫർമേഷനാണ് നമ്മൾ എടുത്തത്. ഇനി ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആകുന്നത് വരെ നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് അടുത്ത ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 204 വരെയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. 204 ബ്രേക്ക് ചെയ്താൽ പിന്നെ 233, 250-ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അതായത് 50 മിനിറ്റ്സിൻ്റെ RSIയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഫ്യൂച്ചറിൽ. അത് 25,988 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ആ 25,988 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ 25,965-ലേക്ക് ഫാളാവും. അതേപോലെ തന്നെ 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ റെഡിലേക്ക് കയറുന്ന ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ നല്ല രീതിയിൽ സിയിലൊരു മൂവ്മെൻറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ വരേണ്ടതായിട്ടുണ്ട്. അതായത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, റെഡിലേക്ക് RSI ടച്ച് ചെയ്യുന്ന ടൈമിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുവാണെങ്കിൽ 25,975 ഫ്യൂച്ചർ ബ്രേക്ക് ചെയ്തിട്ട് 25,959 വരും. ഒരു 10-40 പോയിൻറ്റിൻ്റെ ഫാൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ മൊത്തത്തിൽ ടാലി ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 195 ആയിരുന്നു നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ. നമ്മൾ 190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിൻ്റാണ് സ്കാൽപ്പിംഗ് ഏരിയ ഇട്ടത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോള് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, 190 ബ്രേക്ക് ചെയ്താൽ 110ലേക്ക് ഒരു ടാർഗറ്റ് എടുക്കാം, 10 പോയിൻറ്റ്സ് എടുക്കാമെന്ന് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ 200 എന്നുള്ള ലെവല് 195ലേക്ക് താഴ്ന്നപ്പോൾ എനിക്ക് 195ലേക്ക് ആ ടാർഗറ്റ് 10 പോയിൻ്റ് എന്നുള്ളത് 5 പോയിൻറ്റിലേക്ക് എനിക്ക് ചുരുക്കേണ്ടി വന്നു. നേരെ മറിച്ച് ഇനി അഗെയിൻ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന ഒരു ഏരിയ ആണ് 195 ആ ഒരു ഏരിയയൊക്കെ, അതായത് 185 to 190, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് 190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 195, പിന്നെ 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് 215ലേക്കോ 234ലേക്കോ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. നമ്മൾ പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 മണിയോടുകൂടി ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. കറക്റ്റ് 10 മണിയോട് കൂടിയിട്ടാണ് മാർക്കറ്റ് 196 മാർക്കറ്റ് ടച്ച് ചെയ്തത്. 10 മണിക്ക്, കാരണം കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിന്നുകൊണ്ടാണ് എവിടെ ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് ഹെഡ്ജിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ 245 അല്ലാന്നുണ്ടെങ്കിൽ 195 ആണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞത്. അപ്പോൾ രണ്ടിലും ഹിറ്റ് ചെയ്തപ്പോൾ 15 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഇപ്പോൾ ഈവൻ ഇവിടെ 75, 85, 95, 20 പോയിൻറ്റിൽ 5 പോയിൻറ്റ്. നേരെ മറിച്ച് പി മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും 10-20 പോയിൻറ്റ് അവിടെ നിന്നും കിട്ടും. കാരണം RSI സ്റ്റിൽ പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പി നോക്കിയിട്ട് സി കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി ഒരു മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 195 ഒക്കെ 190, 91 ഒക്കെ എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ് ഇനി വരത്തുള്ളൂ. കാരണം RSI ഇനി മേളിൽ ഇപ്പോൾ ഒന്നെങ്കിൽ 50 ക്രോസ് ഓവർ ആവണം, അല്ലെങ്കിൽ ഗ്രീനിൽ നിന്ന് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമുക്ക് പിയിൽ നമുക്ക് ഇനി ഒരു എൻട്രി, സിയിൽ ഒരു എൻട്രി നോക്കാൻ പറ്റത്തുള്ളൂ. ആ സിയിൽ എൻട്രി നോക്കണമെങ്കിൽ നമുക്ക് ഇനി ഒരു 225 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ എൻട്രി നോക്കിയിട്ട് കാര്യമുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ അതാണ്. ഞാനിപ്പോൾ താഴത്തുനിന്ന് ഇവിടെ നിന്നൊരു 10 ലോട്ട് അല്ലെങ്കിൽ 7 ലോട്ടാണ് ഞാൻ മിനിമം എടുക്കാറുണ്ടായിരുന്നത്. 7 ലോട്ട് എടുക്കും. ആദ്യത്തെ ടാർഗറ്റിൽ ഒരു 5 ലോട്ട് കൊടുക്കും. ബാക്കി 2 ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഈ RSI എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവർ ആവുമ്പോഴേ ഞാനത് കൊടുക്കുള്ളൂ. ഒന്നെങ്കിൽ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് ക്രോസ് ഓവറിനോടനുബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് കേച്ച് വിരിച്ചിരിക്കുന്നതിൽ അത് ഹിറ്റ് ചെയ്ത് പോകണം. ഇതാണ് എൻ്റെ ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് RSI ക്രോസ് ഓവറായി തിരിച്ചു വരുമ്പോൾ ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യും. അത് 282ലേക്ക് പോവുകയാണെങ്കിൽ 282ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാനിവിടെ വാശി പിടിച്ച് എൻ്റെ ടാർഗറ്റ് 282ലേക്കാണെന്നും പറഞ്ഞിട്ട് ഞാനിവിടെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ RSI എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത്, എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്താണ് RSI. എന്നോട് പറഞ്ഞെടാ ഞാൻ താഴത്തോട്ട് പോവാണ്, നീ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി കറങ്ങി തിരിഞ്ഞ് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്തോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇപ്പുറത്തെ സുഹൃത്തുണ്ട് RSI, അപ്പോൾ ഇവൻ പറയുകയാണ് നീ എൻ്റെ കൂടെ വാ, ഞാൻ മുകളിലോട്ട് പോയതാണ്, നമുക്ക് മുകളിൽ പോയി കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാമെന്ന് പറയും. ഞാൻ ഇവൻ്റെ കൂടെ പോവും. അത് കഴിയുമ്പോൾ ഇപ്പുറത്തവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തവൻ്റെ കൂടെ പോവും. അതുപോലെ തന്നെ ഓരോ ബ്രേക്കിംഗ് ഈവൻ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇറങ്ങും. നെക്സ്റ്റ് ടൈം അവിടെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും കയറും. അല്ലാണ്ട് ഈ ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് ഹോൾഡ് ചെയ്യണ പരിപാടിയൊന്നും എനിക്കങ്ങനെ കാര്യമായിട്ടില്ല. നമ്മളിവിടെ 182ൽ നമ്മളൊരു റിജക്ഷൻ, ആദ്യത്തെ റിജക്ഷനാണ്, ആദ്യം ഉണ്ടായ റിജക്ഷനാണ്. ഡബിൾ ബോട്ടമാണ് സിയിൽ ഇട്ടുകൊണ്ടിരിക്കണം. ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു സെയിം ട്രേഡ് ഉണ്ടായതാണ്. ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 176, 174ലേക്കായിരിക്കും സിയുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. നമ്മൾ സി എടുത്തിട്ടില്ല, എന്നിരുന്നാലും സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് വരാം,
ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ഗ്രീനൊന്നും ഒരു ഗ്രീനായിട്ട് ആരും കൺസിഡർ ചെയ്യുകയും വേണ്ട. ഇവിടെ നിന്നൊരു ലോ വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് 174 ഡൗൺ ആവുന്നത്. കാരണം RSI സ്റ്റിൽ പി ഒരു ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്, അല്ല സി ഒരു ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ വന്നാൽ ഒറ്റയടിക്ക് ഡൗൺ വരും. ഈ ഒരു ഗ്രീൻ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കത് 2 മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, 2 മിനിറ്റിലേക്ക് മാറ്റിയപ്പോൾ അവിടെ സി സൈഡിലേക്ക് ചെറിയൊരു RSI മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 മിനിറ്റും കൂടെ നോക്കുന്നതിൻ്റെ റീസൺ. ഈ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജെനുവിൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ ഉറപ്പില്ല, കാരണം ഇവിടെ റെഡിലേക്ക് കയറിയിട്ടില്ല, ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡബിൾ ബോട്ടത്തിൽ ഈ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു ക്യാൻഡിൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഡൗൺ താഴത്തേക്ക് അടിക്കും ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഗ്രീൻ എന്നെ സംബന്ധിച്ച് നല്ലൊരു ഗ്രീൻ അല്ല, ഏത് നിമിഷവും താഴത്തേക്ക് വരാം. പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ആണ്. 195 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്താലും 197.5 സ്റ്റോപ്പ് ലോസ്, ഒരു 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. സിയിൽ RSI മടക്കായിട്ടുണ്ട്. ഒരു 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് ചിലപ്പോൾ 206, 209 ലെവലിലേക്ക് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടും. കാരണം ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിലും ഇപ്പുറത്തെ ക്യാൻഡിലിൻ്റെ മേജർ ബ്ലോക്ക് 195 ആണ്. 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 206, 209. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 217 പോകും. 217 പോയാൽ ഒരു 2 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. അതൊക്കെ ക്വിക്കായിട്ടുള്ള തീരുമാനങ്ങളാണ്. അവിടെ ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തു, അത് കൺഫേം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നോക്കി. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു, അത് 195 സപ്പോർട്ട് എടുത്തു, 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. ഈവൻ ആ സ്റ്റോപ്പ് ലോസ് ഇട്ടത് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ 1 പോയിന്റിലേക്കോ കയറ്റി വെച്ചാലും എത്ര പോയിൻ്റ് കിട്ടും? 195 തൊട്ട് 205 വരെ എന്ന് പറഞ്ഞാലും 10 പോയിൻ്റാണ്. ക്വിക്കായിട്ടുള്ള ആക്ഷനാണത്. അവിടെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു 5 പോയിൻ്റ് കിട്ടിയാലും ഹാപ്പിയാണല്ലോ. പിന്നെ അത് ഒഴുക്കിനെതിരെ നീന്തുകയാണെന്ന് പറയും. കാരണം റെഡിലേക്ക് കയറിയിട്ടില്ല, ചെറിയൊരു സ്കാൽപ്പിംഗ് ആവണം എടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5 മിനിറ്റിൻ്റെ RSI പി സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻ്റോ കയറ്റി വെക്കണം. എപ്പോഴും ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പം റെഡിലേക്ക് കയറിയിട്ടുണ്ട്. 2 മിനിറ്റ്, 2 മിനിറ്റിലും പ്രാധാന്യമുണ്ട് ഒരു അക്യുറസി ആയിട്ടുള്ള ഒരു എൻട്രി ഒക്കെ കിട്ടാൻ. കാരണം ഡബിൾ ബോട്ടം വന്നു, ഡബിൾ ബോട്ടം 5 മിനിറ്റിൽ വന്നപ്പോൾ ആ ഡബിൾ ബോട്ടം ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു RSIയുടെ ഡൈവർജൻസ് കണ്ടു. അപ്പോൾ അന്നൊരു 2 പോയിൻ്റ് 3 പോയിൻ്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സെക്കൻഡ് ക്യാൻഡിൽ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്തത്. 3 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. അതിൽ ഒരു 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് അവിടെ റിജക്ഷൻ ആയതെന്ന് വെച്ചാൽ മാർക്കറ്റ് വീണ്ടും 177 5 മിനിറ്റിൽ ഫാളായിട്ടുണ്ട്. ആ 177 ടച്ച് ചെയ്ത ടൈമിലാണ് അപ്പുറത്ത് പോയി കൺസോൾട്ടേഷൻ അടിച്ച് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്ക് സ്കാൽപ്പ് ചെയ്തൊക്കെ എടുക്കാം. അതായത് ഇപ്പോൾ ഇവിടെ എടുത്തു, ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ടാർഗറ്റിൽ ഇറങ്ങി, ബാക്കിയുള്ളത് 2 പോയിന്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചു. അതതിൻ്റെ വഴിക്ക് RSI ക്രോസ് ഓവർ ആവുന്നവരെ നിന്നോട്ടെ. നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2 പോയിൻ്റോ 3 പോയിൻ്റോ 5 പോയിൻ്റോ സ്കാൽപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ബോണസ് അല്ലേ. പക്ഷേ 5 പോയിൻ്റ് കഴിയുമ്പോൾ അന്ന് 1 പോയിൻറ്റും കൂടെ കിട്ടിയ എൻ്റെ റൗണ്ട് ഫിഗർ ആകും എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് പ്രശ്നമാവണേ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്യാൻഡിലിൽ റെഡ് ക്യാൻഡിൽ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ അപ്സൈഡിന് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കരുത്. എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് വരാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കണം നമുക്ക്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനെങ്കിലും താഴത്തോട്ട് വരും എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് വേണം. അങ്ങനെ വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എത്ര പോയിൻ്റ് പോയിട്ടുണ്ട്? 196, 202 വരെ. 5 പോയിൻ്റ് കിട്ടിയാലും പോരെ. 5 പോയിൻ്റുള്ള 10 ട്രേഡ് എടുത്താൽ 50 പോയിൻ്റായി, ഈസി ആയിട്ട് കിട്ടും.
ശ്രദ്ധിച്ചിരിക്കണം, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. അപ്പോൾ ഓരോ ക്യാൻഡിലും പറഞ്ഞു വെച്ചിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെഡ് വന്നെന്നും പറഞ്ഞ് നമ്മൾ പാനിക് ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മൂവ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ മുഖത്തോട്ട് പറന്നായിരിക്കും പി മൂവ് ചെയ്യണം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഈ 190 ഒരിക്കൽ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഫാൾ, അതായത് ഡബിൾ ബോട്ടം, ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഈ റെഡ് വന്നേക്കണത് മേളിലോട്ട് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് വന്നാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത് മേളിലോട്ട് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് വരുന്നതാവാനുള്ള ചാൻസസ് മെജോറിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റെഡ് വന്നെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ഒരു ഡൗൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ചു വരും എന്നുള്ള സൂചന കൊടുത്തുകൊണ്ടാണ് അവിടെ ആ ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കണേ. അതുകൊണ്ടാണ് ഇപ്പുറത്ത് 5 പോയിൻ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞത് കോസ്റ്റ് ടു കോസ്റ്റോ 5 പോയിൻ്റോ ബുക്ക് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ 200 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 2 മിനിറ്റിൻ്റെ RSIക്ക് നോക്കിക്കേ, RSI 2 മിനിറ്റിൻ്റെ RSI നോക്കുമ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയില്ല? അതിവിടെ 5 മിനിറ്റിൻ്റെ RSIയിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ മേളിലോട്ട് പോകാത്തത്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 2 ക്യാൻഡിൽ, 5 മിനിറ്റിൻ്റെ 2 ക്യാൻഡിൽ, അതായത് ഇപ്പോൾ 10:15 10:20 കൂടി നമുക്കൊരു തീരുമാനം അറിയാൻ പറ്റും. ഇവിടെ ഈ വൈറ്റ് ഡോട്ട് ഒരെണ്ണമുണ്ട്, അത് ചെറിയ ഒരു ഡോട്ടൊന്നും അല്ല. ആ വൈറ്റ് ഡോട്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ലോവിൽ നമ്മൾ പറഞ്ഞത് ഒരു ഫാള് നല്ലപോലെ വരും. ആ ഫാള് വന്നാലും 174 ഭാഗത്തേക്കാണ് ഫാള് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഈ ക്യാൻഡിൽ 2 മിനിറ്റിൽ ഡോജി ക്യാൻഡിലായാൽ നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂവേഷൻ, ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്. അടുത്ത 2 ക്യാൻഡിൽ ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2 മിനിറ്റിൻ്റെ RSI മേളിലോട്ട് കയറി എന്നും പറഞ്ഞിട്ട് ചാടിക്കയറി എൻട്രി എടുത്താൽ പ്രശ്നമാവില്ലേ? നേരെ അവിടെ ക്രോസ് ഓവർ താഴത്തോട്ട് വന്നിരിക്കുന്നതുണ്ടോ? അടുത്ത 2 ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് സംഭവിക്കാം. അടുത്ത 2 ക്യാൻഡിനുള്ളിൽ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ക്യാൻഡിൽ 10:15 ശേഷമുള്ള ആ ക്യാൻഡിൽ 200-ൽ, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മാക്സിമം ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നത് മേളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് പതുങ്ങിയതാണ്. അപ്പോൾ ഞാൻ രാവിലോട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ RSI എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ക്രോസ് ഓവർ ആവുന്നവരെ ചെയ്യും. ഇതൊരു മാസം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് വളരെ കുറയും, പക്ഷേ കിട്ടുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. ഇപ്പോൾ 216 എത്തിയിട്ടുണ്ട്, 221 ആയിട്ടുണ്ട്. ആദ്യം ഇനിയൊരു റിജക്ഷൻ വരാനുള്ള ഏരിയ ഏകദേശം 220. ഈ ക്യാൻഡലിൻ്റെ ഹൈ ഉണ്ട്, ഈ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാ? 228. റിജക്ഷൻ വരികയാണെങ്കിൽ 228. ഇപ്പോൾ സിയിൽ ലോവർ വിക്ക് വന്നിട്ടുണ്ട് 156. ആ ലോവർ വിക്കിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തത് 228 നമ്മൾ പറഞ്ഞത്. 230 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ എന്താണ് അവിടെ പരിപാടി? ആ സമയത്ത് അപ്പുറത്ത് ഇറങ്ങിയിട്ട് ഇപ്പുറത്ത് വേണമെങ്കിൽ എടുക്കാം. 156 ടച്ച് ചെയ്തിട്ടുണ്ട്. 156 ടച്ച് ചെയ്തപ്പോൾ അപ്പുറത്ത് 229. അപ്പോൾ 200 ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് പി സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി റണ്ണിങ് ലോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ഏരിയ പറഞ്ഞത് 174 ആണ്. സെക്കൻഡ് സ്റ്റോപ്പ് ലോസിൻ്റെ ഹണ്ടിങ് ഏരിയ പറഞ്ഞത് 154 ആണ്. അപ്പോൾ എന്തായി? അവിടെ പിൻബാർ വന്നിട്ടുണ്ട്. അപ്പോൾ പിയിൽ
ആ ഒരു നമ്മൾ പറഞ്ഞ ട്രിഗർ പ്രൈസ് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ട്രിഗർ പ്രൈസാണ് 227 228 ആണ് നമ്മൾ പറഞ്ഞത്. ആ 228 നമ്മൾ ഇറങ്ങിയേക്കുക. അവിടെ ഇറങ്ങിയിട്ട് ക്വിക്കായിട്ട് എൻട്രി എടുക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 156 നിന്ന് എൻട്രി എടുക്കാം. അതൊരു 2 പോയിന്റ് കയറ്റി അവിടെ വെച്ചേക്കുക, കയ്യും കെട്ടിയിരിക്കുക. ഈ മൂവ്മെൻറ്റ് ഇനി നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇനി എനിക്ക് പോയിൻ്റൊന്നും വേണ്ട. ഇനി അത് മുട്ടുവാണെങ്കിൽ ആദ്യത്തെ റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ലെവൽ തന്നെ റിജക്ഷൻ ഏരിയ ആണ് 174. 174ന് മുകളിലോട്ട് പോയാൽ പിന്നെ 190 ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എടുത്ത എൻട്രി 144 വേണ്ട 150 നിന്നാണെങ്കിലും എത്ര പോയിൻ്റായി? 80 പോയിൻ്റാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് എടുത്ത്. 80 പോയിൻ്റ്, 1-2 പോയിൻ്റ് അല്ല. അതായത് ലോട്ട് സൈസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോട്ട് സൈസ് കൂട്ടിക്കഴിഞ്ഞിട്ട് സ്കാൽപ്പ് ചെയ്ത് ടെൻഷൻ പിടിച്ചെടുക്കുന്നതിന് എത്രയോ ബെറ്ററാണ് ഒരു 7 ലോട്ടിൽ താഴേക്ക് ഇട്ടിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ട്രേഡ് ചെയ്ത് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ഡെൽറ്റ വാല്യൂ കൂടിയതാണ് ഇന്ന് എടുത്തത് തന്നെ. RSIയുടെ ക്രോസ് ഓവർ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, ഒരു സൈൻ കണ്ടോ, ഇവിടെ ചെറിയൊരു മടക്ക്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ മടക്ക് കണ്ണിപ്പെടും, അല്ലാത്തവർക്കർക്ക് പെടില്ല. അവിടെ ഒരു മടക്ക് വന്നു. നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതൊരു ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 250ലേക്കായിരിക്കും പോകുന്നത്. കാരണം ഇവിടെ RSI ക്രോസ് ഓവർ വന്നിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴും എന്തിലാ പി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഒരു ചെറിയ പരീക്ഷണം 2 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കയറിപ്പോയി കഴിഞ്ഞാൽ വൈകിട്ട് ആ സാധനം 200 എത്രയിൽ പോകണം. കയറിപ്പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒന്നെങ്കിൽ എൻ്റെത് 1 പോയിൻ്റ് കയറ്റി വെച്ചിരിക്കുന്നതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം എനിക്ക് 285 വേണം. എനിക്ക് ആ 2 തീരുമാനമുള്ളൂ. അതോടുകൂടി നമ്മുടെ ട്രേഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് എവിടെ പോകണം? 180 കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം. 180 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കയറ്റി എവിടെയെങ്കിലും ലോക്ക് ചെയ്തിട്ട് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഈ RSIയുടെ ക്രോസ് ഓവർ നമുക്ക് കിട്ടണം. ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാലാണ് കൺഫേം സിയിലേക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് ഇപ്പോഴും പി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു റിവേഴ്സ് വന്നപ്പോൾ നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് 1 പോയിൻ്റ് കയറ്റി വെച്ചോ അല്ലെങ്കിൽ 2 പോയിൻ്റോ കയറ്റി വെച്ചിട്ടോ ലോക്ക് ചെയ്യുക. 180 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 170 180ക്ക് താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ 205ലേക്കോ കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അത്രേ ഉള്ളൂ. നമ്മളൊരു പ്ലാൻ ഒരു അപ്ലൈ ഇവിടെ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ സിയിലെടുത്തിട്ട് 285 അല്ലെങ്കിൽ 2 പോയിൻ്റ് പ്രോഫിറ്റോട് കൂടിയായിട്ട് ഇറങ്ങണേ, അല്ലാതെ നമ്മൾ സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. 157 10 67 10 പോയിൻ്റ് പ്രോഫിറ്റിലാണ് നിൽക്കണേ. 2 പോയിൻ്റ് വിട്ടുകൊടുത്തെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ റിജക്ഷൻ വരികയാണെങ്കിലും 180 വരുള്ളൂ, അല്ലെങ്കിൽ നിൽക്കുന്ന ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ അപ്പിലേക്കേ വരത്തുള്ളൂ. ആ അപ്പം കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 174 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു 190ലേക്ക് എത്തും. 190ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 173 സ്റ്റോപ്പ് ലോസ് കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കാം. കാരണം ഇവിടെ RSI സ്റ്റിൽ സിയിൽ അതായത് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ക്രോസ് ഓവറായിട്ട് വരണം. ഹയർ ടൈം ഫ്രെയിമിൽ ഈ പറഞ്ഞ പോലെ 5 മിനിറ്റിൽ RSI പി സൈഡാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പരീക്ഷണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആയപ്പോൾ അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അത് പോയാലും 2 പോയിൻ്റ് ഇപ്പോഴാണെങ്കിലും ഒരു 3-4 പോയിൻ്റ് പ്രോഫിറ്റാണ്. അത് 2 പോയിന്റിൽ കയറ്റി അവിടെ ഇട്ടേക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി ആയിരിക്കണം, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് 5 മിനിറ്റിൽ നമ്മളെ മെയിൻ കോൺസെൻട്രേഷൻ 228 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 250 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈ ക്രിയേറ്റ് ചെയ്ത ഭാഗത്തേക്ക് ഒരു വലിയ ഒരു മൂവപ്പ്, ഒരു ബ്രേക്കൗട്ട്, ഫാസ്റ്റ് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 250 പോയിട്ടേ നിൽക്കത്തുള്ളൂ. കാരണം നമ്മളിവിടെ എടുത്ത എൻട്രി ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മെയിൻ എൻട്രി. എല്ലാം അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ. ഇത് ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെറിയ പൊട്ടും പൊടി എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം. കംപ്ലീറ്റ് പൈസയും കൊണ്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക പരിപാടികളൊന്നും നടക്കില്ല.
അപ്പോൾ നിലവിൽ ആ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും ഒരു ബ്രേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രേക്ക് ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 250 ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ആ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകും. അതും ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, കാരണം ലൈവിൽ പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ക്യാരക്ടറിന് സൂട്ടാവുന്ന ഏതാണോ അതാണ് മിക്കവാറും ചൂസ് ചെയ്യാറ്. ഞാൻ എൻ്റെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞത് RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക, അതാണ് എൻ്റെ സിസ്റ്റം. 5 മിനിറ്റിലൊക്കെ ആണെങ്കിൽ നല്ല പോയിന്റ് കിട്ടും. ടു 40 ആയിട്ടുണ്ട്. അവിടെ ചെറിയൊരു സ്ട്രഗിള് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 245 245 250 ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, 250 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് വളരെ ഹൈ വോളിയത്തോട് കൂടിയിട്ടുള്ള ക്യാൻഡിലായിരിക്കും വരുന്നത്, സിംഗിൾ ക്യാൻഡിൽ തന്നെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സീലെടുത്തു, അത് പരീക്ഷണാടിസ്ഥാനത്തിലെടുത്തു. അവിടെ ഒരു 2 പോയിന്റ് കിട്ടി. അത് പോണ വഴിക്ക് കിടക്കട്ടെ, ബ്രോക്കറേജ് കാശ് കൊടുക്കാമല്ലോ. ഇപ്പം ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, പക്ഷേ ചില സമയത്ത് നമുക്ക് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നുണ്ടെങ്കിലും 30 മിനിറ്റിലൊക്കെ ക്രോസ് ഓവർ വന്നിട്ട് റെഡിൻ്റെ ഭാഗത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ RSI ഇവിടെ 5 മിനിറ്റിൽ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സിയിലേക്ക് വലിയ കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. പ്ലാൻ എ വർക്കൗട്ട് ആയില്ല. പ്ലാൻ ബിയിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ മുകളിലോട്ട് പിയും കൊണ്ട് പോവാണ്, നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് RSI 2 മിനിറ്റിൻ്റെ നോക്കി. 2 മിനിറ്റിൻ്റെ RSIയിൽ മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് റീക്രോസ് ഓവർ ആയി. എന്തുകൊണ്ടാണ് 5 മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന സാധനം ഓൾമോസ്റ്റ് അങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ എവിടം വരെ എത്തി? എവിടെയെങ്കിലും ഒരു ടാർഗറ്റ് 260 ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു. ഇനി 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 292. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെ എടുത്ത എൻട്രിയാ? ആദ്യത്തെ എൻട്രിയിൽ എടുത്ത സാധനം ഒന്നും പറയാനില്ലാത്ത എൻട്രിയാണ്. 140 255 100 പോയിൻ്റാണ് വളരെ സിമ്പിളായിട്ട് റൈഡ് ചെയ്തെടുത്തത്. 1-2 പോയിൻ്റ് അല്ല, 100 പോയിൻ്റ്. അതും 3 ബ്രേക്കൗട്ടിലായിട്ടാണ് എടുത്തത്. അത് ഈ പറഞ്ഞ പോലെ ധൈര്യമില്ലാത്ത ആളുകളുണ്ടാവും, ആദ്യമായിട്ട് ലൈവിലേക്ക് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് പേടി കാണും. അതാണ് ബ്രേക്ക് ചെയ്ത് എടുക്കാൻ പറഞ്ഞു. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാക്സിമം കയറ്റി വെച്ച് എവിടം വരെ പോകുമോ അവിടം വരെ പോട്ടെ എന്നും വെച്ചുകൊണ്ടാണ് എൻ്റെ സീൻ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് 1-ാം തീയതി ആയിട്ട് തന്നെ 100 പോയിൻ്റ് റൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. 264 262 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇനി ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 245 ഭാഗത്തെ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. 45, 55, 65 20 പോയിൻ്റാണ് ട്രെയിലിംഗ് ഏരിയ ആയിട്ടുള്ളത്. ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് ഇനി വന്നാലും ഒരു 292 വരുന്നത്. 292 ബ്രേക്ക് ചെയ്താൽ, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു പരിധി കൂടുതൽ പോയിന്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. അവിടെ കിടക്കട്ടെ. ഒന്നെങ്കിൽ 21 പോയിന്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടണം. നോക്കിയേ എന്ത് സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റാണ്. 283. കാരണം വണ്ടി ഹൈവേയിലേക്ക് കയറി. ഇനിയുള്ള മൂവ്മെൻറ്റിന് ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കുക. ഇനി ഒരു 260, അതായത് 255 ട്രെയിൽ ചെയ്ത് വെച്ചാലും ലാഭമല്ലേ. 100 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അപ്പോൾ ഇന്നലെ ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു, ബാങ്ക് നിഫ്റ്റി ഇത്രയും ഡൗൺ ആയില്ലേ,
അപ്പോൾ ഇനി തിരിച്ചു വരില്ലേ? മെജോറിറ്റി എല്ലാ ട്രേഡേഴ്സിൻ്റെയും മൈൻഡ് സെറ്റ് അതാ. ഇത്രയും താഴെ പോയ സാധനം, ഇന്നലെ അത്രയും ഡമ്പായ സാധനം ഇനിയും ഡമ്പാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? എന്തുകൊണ്ട് ഡമ്പായി കൂടാ? 30 മിനിറ്റിലും 1 അവറിലൊക്കെ ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് തിരിയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 5 മിനിറ്റിൽ അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാത്തടത്തോളം കാലം നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും? 2 മിനിറ്റിലും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. 2 മിനിറ്റിൽ നിന്നാണല്ലോ ഒരു ഡൈവർജൻസ് തുടങ്ങുന്നത്. 2 മിനിറ്റിൽ നിന്ന് തുടങ്ങി 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് 5 മിനിറ്റിൻ്റെ ആ ഡൈവർജൻസിൻ്റെ സിഗ്നൽ, അതായത് 2 മിനിറ്റ് ആദ്യം സിഗ്നൽ കൊടുക്കും, ഞാൻ തിരിയാൻ പോകുന്നു. അതൊന്ന് സ്റ്റേബിളായി കഴിയുമ്പോൾ 2 മിനിറ്റ് നേരെ 5 മിനിറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ 5 മിനിറ്റിനോട് പറയും ഞാൻ ദേ തിരിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ 5 മിനിറ്റ് എന്ത് പറയും? 15 മിനിറ്റിനോട് പറയും ഞാൻ ദേ തിരിയുന്നു. 5 മിനിറ്റ് എന്ത് പറയും? 30 മിനിറ്റിനോട് പറയും ഞാൻ തിരിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ് എന്ത് പറയും? 1 അവറിനോട് പറയും ഞാൻ തിരിഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഒരു 2 വീലർ ഓടിക്കുന്ന സ്പേസ് അല്ല, ഒരു കണ്ടെയ്നർ ഓടിക്കാനുള്ള സ്പേസ്. അത്രയും കരുതിയിട്ട് വേണം RSIനെ മനസ്സിലാക്കിയെടുക്കാൻ. ഒരു മോർണിംഗ് സ്റ്റാർ ആണ്. ഇപ്പോൾ 2 മിനിറ്റിൽ റിജക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇവിടെ RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. അതെ, ഇവിടെ 2 മിനിറ്റിലൊരു RSI ഡൈവർജൻസ് ആയി. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ഏകദേശം പറഞ്ഞത് ഈ വൈറ്റ് ഡോട്ടാണ് 293 അവിടെ RSI ഇവിടെ ഒരു ക്രോസ് ഓവറായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തോ. ഇത് മോർണിംഗ് സ്റ്റാർ ആണ്. ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? 126 ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അതും ഹോൾഡ് ചെയ്യുക. അടിച്ചു പോകണമെങ്കിൽ പൊക്കോട്ടെ. കാരണം 100 പോയിൻ്റ് കിട്ടുമ്പോൾ 110 പോയിൻ്റ് 120 പോയിൻ്റ് കിട്ടുമ്പോൾ ഒരു 10 പോയിൻ്റ് കൊടുക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. ഇനി 285 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 310 മൂവ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇനി അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും ഇത്രയും മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ 1-ാം തീയതിയായിട്ട് നമ്മുടെ ലൈവിൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. പേടിച്ചു പോകുന്നവർക്ക് പേടിച്ചു പോകാനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ധൈര്യപൂർവ്വം അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്യാം. നമ്മൾ ഒരു മാസത്തിൽ 4 ട്രേഡാണ് 100 പോയിൻറ്റിൻ്റെ പറഞ്ഞിരിക്കണേ. അപ്പോൾ അതിൽ ആദ്യത്തെ ഡേയിലെ 100 പോയിൻ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനി 3 കൂടെ വരാൻ കിടപ്പുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നലെ ചെറിയ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആ സങ്കടവും ബുദ്ധിമുട്ടും ഇന്ന് തീർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ലൈവ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും സമയമുണ്ട്. 5-6 സീറ്റും കൂടെ ഒഴിവുണ്ട്. 21 പേരാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് ആദ്യം മേളിലോട്ട് പോയി നേരെ താഴത്തോട്ട് വന്നു. 25,755 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി 25,693 ഫാളാവത്തുള്ളൂ. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം. അടുത്ത ഡൈവർജൻസ് ഇവിടെയാണ് മാർക്കറ്റിൻ്റെ. അത് ആ 5 മിനിറ്റിലെ ഡൈവർജൻസ് നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൈവർജൻസ് ആയി പൊക്കത്തോട്ട് പോകും. നേരെ മറിച്ച് അടുത്ത ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 25,693 അഗെയിൻ മാർക്കറ്റ് ഫാളാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഏതാ പറഞ്ഞത്, ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് രാവിലെ. ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ആ സപ്പോർട്ട് അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആരൊക്കെ നമ്മൾ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്നലെ ഇട്ട് വെച്ചേക്കണതാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പിയിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു RSIയുടെ ക്രോസ് ഓവർ ബ്രേക്ക് ചെയ്ത് സിയിൽ ചെറിയൊരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 131 ആണ്. 131 എടുത്തിട്ട് 10 പോയിൻ്റാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. നമ്മളെ ടാർഗറ്റ് 155 എത്തി നിൽക്കുകയാണ്. അതായത് 30-20 പോയിൻ്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 137 ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാണ്. 137. അപ്പോൾ 137 ഭാഗത്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്ക് ബാക്കിയുള്ള ലൈവ് വീഡിയോ കൂടെ കൺക്ലൂഡ് ചെയ്യാം. അതർവൈസ് ഇതിൻ്റെ ടാർഗറ്റ് 205 വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. RSI ക്രോസ് ഓവർ ആവുന്ന ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ 170 എന്ന് പറഞ്ഞ ടാർഗറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
131 നിന്ന് 40 പോയിൻ്റാണ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ മെയിൻ റിജക്ഷൻ ഏരിയ ആണ് 190 എന്ന് പറയുന്നത് മെയിൻ റിജക്ഷൻ ഏരിയ ആണ്. ഈ ഏരിയ ഒരു 2-3 ക്യാൻഡിലെങ്കിലും ഇവിടെ സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് ഒരു മൂവ് അപ്പ് 205ലേക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് അലർട്ടായിട്ടിരിക്കാം. ഒരു W പാറ്റേൺ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 2-3 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് ബ്രേക്കൗട്ട് ആവുള്ളൂ. കാരണം പിയുടെ ക്യാൻഡിലിൽ 180 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. ആ 180 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി ഫാളായാലാണ് മാർക്കറ്റ് 155ലേക്ക് ഫാളാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 3 ക്യാൻഡിൽ കഴിയാതെ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവില്ല. കാരണം പ്രീവിയസ് ഡേയിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്നൊരു ഏരിയയാണ് പാരലായിട്ട് പുറകിൽ കാണുന്നത്. അവിടെ എന്തായാലും ഒരു 3-4 ക്യാൻഡിൽ ബ്രേക്കൗട്ടായ ഒരു കൺസോൾട്ടേഷൻ വരും. അതിനുശേഷമാണ് 205ലേക്കോ ഒരു ബ്രേക്കൗട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അത് കാരണം വെറുതെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. 130 നിന്ന് ഏകദേശം ഒരു 10-60 പോയിൻറ്റിൻ്റെ മേളിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് നമ്മളുടെ 210 ടാർഗറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സിയിൽ 210 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോയിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കാം. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് കാത്തിരിക്കുന്ന 282ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം പിനെ സംബന്ധിച്ച് 155 175 പക്ക കൺസോൾട്ടേഷൻ സോണാണ്. ആ 155 ബ്രേക്ക് ചെയ്താലാണ് PE 100ലേക്ക് ഫാൾ ആവത്തുള്ളൂ. ഇവിടെ കുറേ നേരം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ രാവിലെ മുതൽ കാത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് 282. അത് നമുക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം. തൽക്കാലം നമുക്കിവിടെ സേഫ് ആവാം. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ 210 ടാർഗറ്റ് പറഞ്ഞത്. അവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്തു, RSIയുടെ ക്രോസ് ഓവർ വന്നു, നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഇറങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, രാവിലത്തെ ഈ ക്രോസ് ഓവർ വരെ 100 പോയിൻറ്റും ഈ ക്രോസ് ഓവർ മുതൽ ഈ ക്രോസ് ഓവർ വരെ ഓൾമോസ്റ്റ് 80 പോയിൻറ്റ് 180 പോയിൻറ്റ് വിത്ത് നോ ഡൗട്ടാണ് നമ്മൾ മൂവ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനപ്പുറത്തേക്കൊരു വ്യൂ പറയാനായിട്ടില്ല. അപ്പോൾ ചില സമയം ഇടയ്ക്ക് വെച്ചിട്ട് ക്രോസ് ഓവർ വരും, നമുക്ക് ലോസ് വരും. ലോസ് വന്നാലും നമുക്ക് മാക്സിമം വരാൻ പോകുന്ന 30 to 50 പോയിൻറ്റ്സേ വരത്തുള്ളൂ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ ഒരു 10 ദിവസം ലോസ് ആയാലും ഇന്നത്തെ 2 ക്രോസ് ഓവർ വെച്ചിട്ട് നോക്കിക്കോ, 2 ക്രോസ് ഓവറിൽ 180 പോയിൻറ്റാണ്, 180 പോയിൻറ്റ്. ഇപ്പം ഇങ്ങനത്തെ ഒരു മാസത്തിൽ നമുക്കൊരു 10 ട്രേഡ് കിട്ടിയാലും വേണ്ട, 5 ട്രേഡ് കിട്ടിയാലും പോരെ. 5 ട്രേഡ് കിട്ടിയാൽ തന്നെ എന്തായാലും ഒരു 10,000 പോയിൻ്റ് ആവും. ബാക്കിയുള്ള 10 ട്രേഡിൽ 50 പോയിൻ്റ് വെച്ചിട്ട് ലോസ് പോയാലും നമ്മളൊരു എൻട്രി എടുത്തിട്ട് അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് റീതിങ്ക് ചെയ്യരുത്. ഇവിടെയൊക്കെ പോയിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ RSIയുടെ ക്രോസ് ഓവറിൽ അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്ത മാസീവായിട്ടുള്ള പ്രോഫിറ്റാണ്. ഇനി 220 ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് 285ലാണ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എവിടെ നിന്നൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ 285ലാണ് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ രാവിലെ എൻ്റെ പിയിലെ സുഹൃത്ത് മുകളിലോട്ട് പോയി, ഞാൻ സുഹൃത്തിൻ്റെ കൂടെ മുകളിലോട്ട് പോയി. സുഹൃത്ത് പറഞ്ഞു ഞാൻ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ എന്നോട് ഇപ്പുറത്തെ സുഹൃത്ത് പറഞ്ഞു, എടാ ഞാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, നീ എൻ്റെ കൂട്ടത്തിൽ കൂടിക്കോളാൻ പറഞ്ഞു. ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടി. അവരെ വിശ്വസിച്ചിരുന്നു. അത്രയോ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനൊരു ഫണ്ടമെൻ്റൽ അനലൈസോ അല്ലെങ്കിൽ ന്യൂസോ ഈ വക സാധനങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എനിവേ വീഡിയോ പോസ് ചെയ്യുന്നു. ഇനിയൊരു 220 ബ്രേക്ക് ചെയ്തിട്ട് വല്ല മൂവ്മെൻറ്റും നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കിട്ടിയാൽ നമുക്ക് വൈകിട്ട് 285ൽ കാണാം. വീഡിയോ ഞാൻ പോസ് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടൊരു ബ്രേക്കൗട്ട് നല്ലതുവല്ലം കിട്ടുവാണെങ്കിൽ നമുക്ക് 220 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 285 നമ്മുടെ ഫൈനൽ ടാർഗറ്റാണ്. ആ ഫൈനൽ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതെ സിയിൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് ഉടനെയൊന്നുമില്ല, നല്ല രീതിയിൽ ഇവിടെ കൺസോൾട്ടേഷൻ വരും. കൺസോൾട്ടേഷൻ വന്നിട്ട് ഇനി നമ്മൾ സിയിലാണെങ്കിലും പിയിലാണെങ്കിലും ഉടനെ ഒന്നും നോക്കുന്നില്ല. കാരണം 100 പോയിൻ്റ് പിയിലും കിട്ടിയിട്ടുണ്ട്, 80 പോയിൻ്റ് കൃത്യമായിട്ട് സിയിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളത് കളയാൻ നമുക്ക് താല്പര്യമില്ല. ഇനി 220 ബ്രേക്ക് ചെയ്ത് നല്ലൊരു വോളിയം ജനറേറ്റ് ചെയ്താൽ വൈകിട്ടോട് കൂടി 285 ആയിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ നമ്മൾ ആ 220 മാർക്കറ്റ് എവിടെയാണ് 100 160 മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. പിയിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ പി സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. ഉച്ചയ്ക്ക് ശേഷമൊക്കെ 220 ഒക്കെ ബ്രേക്ക് ചെയ്താൽ, വൈകുന്നേരം ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 285 പോവുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് 210 ഇറങ്ങി അവിടെ നിന്ന് നേരെ ആ 275 175 അതിൻ്റെ താഴെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് അതിലും ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പി ഹോൾഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. എവിടം വരെ പോകാം? 215 വരെ പോകാം. ഇപ്പോൾ 200 നിൽക്കണം. 15 പോയിന്റ് ഈസി ആയിട്ട് കിട്ടും. താഴെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്താൽ മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് ക്രോസ് ഓവർ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിലവിൽ 175 എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ യെല്ലോ ലൈൻ മുട്ടുന്ന വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അതിൽ വളരെ ക്ലിയർ ആയിട്ട് 175 to 212 വരെ വളരെ ഈസി ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 200 പോയിൻ്റ് അടുത്ത് ഒരു ടെൻഷനും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെക്കുമ്പോഴത്തേക്കും ഞാൻ ഈ 10 ലോട്ട് 20 ലോട്ടൊക്കെ ഇട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. വളരെ 2 ലോട്ട് 3 ലോട്ടൊക്കെ ഇട്ട് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി നമുക്ക് കിട്ടും. കാരണം നമുക്ക് ടെൻഷനില്ല. നമ്മൾ ഇപ്പോൾ 2 ലോട്ട് അല്ലെങ്കിൽ 3 ലോട്ട് മാക്സിമം 7 ലോട്ടൊക്കെ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ 20 ലോട്ടൊക്കെ എടുക്കുന്ന എഫർട്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയ ലോട്ടൊക്കെ ഇട്ടിട്ട് ഹോൾഡ് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ലൈവിൽ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു മെൻറ്റർഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീം ആയിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടില്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഞാൻ എൻ്റെ ലൈവിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിക്കും. എനിക്ക് യാതൊരു വിധ നിർബന്ധവുമില്ല ആരും ലൈവിലേക്ക് വരണമെന്നില്ല. നിലവിൽ എൻ്റെ കൂടെ ഒരു 10-15 പേര് സ്ഥിരമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് 21 പേരുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ടീമാണ്. ഫുൾ ടൈം നമ്മുടെ കൂട്ടത്തിൽ ലൈവിലിരിക്കാൻ പറ്റുന്ന 21 പേരെയാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞ വ്യൂ 160 റിവേഴ്സായി 170 എബോവ് ആകുമ്പോഴത്തേക്കും നമുക്കത് ഞാൻ പറഞ്ഞു 216 ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഈസി ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിലും നല്ലൊരു വ്യൂ എനിക്ക് പറയാനായിട്ടില്ല. അപ്പോൾ എനിവേ ഇനിയും താല്പര്യമുള്ളവർക്ക് ഇനിയും ലൈവിലേക്ക് വരാം. സീറ്റുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. കാരണം എൻ്റെ അടുത്ത് ആൾ വളരെ കുറവാണ്. അതിനർത്ഥം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കാനായിട്ടുള്ള ആളുകൾ ആരും തയ്യാറല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈസി മണി മേക്കിംഗ് ആണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആൾ കുറയുന്നതും. നല്ല രീതിയിൽ പഠിച്ച് നല്ല ഇൻഡിപെൻഡൻറ്റ് ട്രേഡറായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 6 മാസം മുതൽ 1 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്നവർക്കാണ് നല്ലൊരു ട്രേഡറായിട്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റിൻ്റെ പല പല തലങ്ങൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കിയെടുക്കാം. ഓൾമോസ്റ്റ് ഇതേ 22 മാർക്കറ്റ് നിൽക്കുന്നത്. 175 എന്നുള്ള മൂവ്മെൻറ്റാണ് 232 അത് നേരെ ഒരു 218 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത RSIയുടെ ക്രോസ് ഓവർ വരുമ്പോൾ നമുക്ക് വീണ്ടും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൂടെ? 210 നമ്മൾ പി ഡീസൻ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ആ 210 എൻട്രി വീണ്ടും മാർക്കറ്റ് 146 നിൽക്കുന്നത്. എൻട്രി അല്ല സി 210 നമ്മൾ ക്ലിയർ ആയിട്ട് ഇറങ്ങി. അത് നേരെ താഴത്തോട്ട് വന്നിട്ട് 145 മാർക്കറ്റ് എത്തി. നമ്മൾ ഇറങ്ങിയില്ലായിരുന്നെങ്കിലോ നമ്മൾ നേരെ 5 മിനിറ്റിൽ RSIയുടെ അടുത്ത ക്രോസ് ഓവർ നോക്കി 175 എൻട്രി എടുത്തു. അത് നേരെ 234 പോയി നിൽക്കുന്നത്. 34 പോയിൻ്റാണ് മൂവ് ചെയ്തിരിക്കുന്നത്. 175 എന്നുള്ള മൂവ്മെൻറ്റ് അതിവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി വീഡിയോ ഞാൻ ഓൺ ചെയ്യുന്നത് 2:45 അതുവരെ ഹാവ് എ ബ്രേക്ക്. നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഓൾറെഡി നമ്മളുടെ 250 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു. നമ്മൾ 175 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 219 222 ഒക്കെ പറഞ്ഞു. നമ്മൾ 219 ട്രെയിൽ ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 250 പോയി ഹിറ്റ് ചെയ്തു. 250 നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനി 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 285 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ അടുത്ത സിയിൽ എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിലവിലെ ഏരിയയിൽ നിന്ന് RSI, അതായത് RSI ഇപ്പോൾ 50% നിൽക്കുന്നത്. 50% RSI ക്രോസ് ഓവർ ആവണം. അതായത് ഒരു 145 ഒക്കെ എബോവ് ബ്രേക്ക് ചെയ്താൽ
നമുക്ക് വീണ്ടും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ആ മൂവ് നമുക്ക് 3 മണിയോട് 3:30 കൂടി 285 ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്തുമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി 250 നമ്മൾ എക്സിറ്റ് ചെയ്തതാണ്. ഇനി 250 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അഗെയിൻ സിയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിയിൽ 250 നമ്മൾ ഇറങ്ങി, അതിനുശേഷം സിയിൽ നമ്മൾ അനദർ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ എൻട്രി നമ്മൾ 145 താഴെയാണ് പ്ലാൻ ചെയ്തത്. ആ 145 ഇപ്പോൾ 165 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. 170 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 പോയിൻറ്റോ 6 പോയിൻറ്റോ കയറ്റിയിട്ടിട്ട് ലോക്ക് ചെയ്യാം. മാസീവായിട്ടുള്ള മൂവ്മെൻ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 2:30 കൂടി 210 2:30 ശേഷം കൺസോൾട്ടേഷൻ ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ 3:30 കൂടി നമുക്ക് 285 വരെ കൊണ്ടെത്തിക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ 145 173 ആയപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി 173 ബ്രേക്ക് ചെയ്താൽ നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. കാരണം RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് താഴെ കയറ്റി വെച്ച് ട്രെയിൽ ചെയ്യാം. അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മനസ്സിലാക്കുന്നത് മിക്കവാറും മാർക്കറ്റ് വൈകിട്ട് പിയിലേക്ക് ചാടാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 173 നമ്മൾ ഓൾറെഡി എക്സിറ്റ് ആയിട്ടുണ്ട്. 170 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് എഗെയിൻ സിയിലേക്ക് ഒരു കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 2:30 ശേഷം 2:15 2:00 കൂടിയിട്ട് അടുത്തൊരു ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മേ ബി 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ RSI താഴ്ത്തു പോയി തിരിച്ച് ഡൈവർജൻസ് ആയാൽ പിയിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് വരുന്നത്. ഇൻ കേസ് ക്രോസ് ഓവർ ആവാതെ പിയുടെ RSI താഴെ തന്നെ സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് സിയിൽ 172 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊരു സ്കോപ്പുള്ളൂ. എങ്ങോട്ടാണെങ്കിലും നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ 285 ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മൾ 285 വൈകിട്ട് നോക്കും. അതോ 250 മേലെ പിയിലാണ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ബി നമ്മൾ 285 299 നോക്കും. നമ്മൾ സിയിലാണെങ്കിൽ 172 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 റേഞ്ച് 250 265 285 നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 155 ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ പിയിലാണെങ്കിൽ മാർക്കറ്റ് ഒരു 220 മേളിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഒരു 205 SL ഏരിയ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് 250 285 299 2:30 ശേഷം കോൺസെൻട്രേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു വ്യൂ പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഒരു 140 174 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ സി നോക്കുന്നുള്ളൂ. 220 മുകളിൽ പോയാൽ മാത്രമാണ്. നമ്മൾ 249 പറഞ്ഞതെങ്കിലും മാർക്കറ്റ് അറ്റപ്പറ്റെ ഒരു 242 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം വീണ്ടും കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ 5 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു 20 പോയിൻറ്റ്സിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ സി സൈഡിൽ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഈ 250 242 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാത്തത്. അത് 2:50 ആകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയാൽ 2:50 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 250 മാർക്കറ്റ് മൂവ് ചെയ്യും. അതർവൈസ് 221 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡംപാവും. അത് സപ്പോർട്ട് എടുക്കാനായിട്ട് 214 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുന്നതാണ് ഇനിയുള്ള സമയത്ത് ബെറ്റർ. അതേപോലെ പിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ്, അതായത് 299 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിലുണ്ടാവും. ഒരു 10-20 പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അത് അലർട്ട് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല. അതിൻ്റെ ഇടയ്ക്ക് 250 എന്നുള്ള ആ ഒരു ലൈൻ 240 ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 240 ഒരു റിജക്ഷനാണെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമുക്കവിടെ മനസ്സിലായി. അങ്ങനെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ നമുക്ക് 2:55 57 ആകുമ്പോഴുള്ള മൂവ്മെൻറ്റിനെ പറ്റി നമുക്കിനി ആലോചിക്കാം.
അതുവരെ ഒന്ന് കരുതിയിരിക്കാം. അപ്പോൾ സിയിലേക്ക് വീണ്ടും ഒരു ഡൈവർജൻസ് വരുന്നുണ്ട്. പിന്നെ റിസ്ക് എടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി പോസിബിൾ ആണ്. 132-ൽ നമുക്കൊരു എൻട്രി പോസിബിൾ ആണ്. എഗെയിൻ സിയിൽ 115 ഏകദേശം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാം. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, ചിലപ്പോൾ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ടും മേ ബി പോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. ഇപ്പോൾ ഇത്രയും പോയിന്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 15 പോയിൻറ്റ്സിന് റിസ്ക് എടുക്കാനായിട്ട് വലിയ വിഷയമൊന്നുമില്ല. ഇൻ കേസ് 15 പോയിൻറ്റ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കത്തെ മൂവ്മെൻറ്റ് 240 മുതൽ 273 വരെ നമുക്കത് തിരിച്ചു പിടിക്കാവുന്നുള്ളൂ. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂവ്മെൻറ്റ് സിയിലാണ്. 15 മിനിറ്റ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത്. 15 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത്. 130 ആണ് നമ്മളുടെ എൻട്രി പ്രൈസ് പറഞ്ഞത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞേക്കണത് 115 ആണ്. 15 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും 3 മണിക്ക് 2:55-ന് 155 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. എന്താണ് അതിൻ്റെ റീസൺ? ആ ഒരു റിവേഴ്സിനുള്ള റീസൺ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 141 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 141 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഹൈ 141.80 വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 141.80, അപ്പോൾ അതിനകത്ത് 80 വിട്ടേക്ക് 141 നമുക്ക് കൂട്ടാം. അതും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 152-ലേക്കായിരിക്കും മൂവ് ചെയ്യണത്. ഇൻ കേസ് 125-ൻ്റെ താഴത്തേക്ക് അത് ഫാളാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? PE എഗെയിൻ 242 മുതൽ 250-യോ 285 വരെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അത് എന്തായാലും 3 മണിയോട് കൂടിയിട്ടായിരിക്കും അത് സംഭവിക്കുന്നത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 141.80 ആണെങ്കിലും നമ്മൾ 141 ആണ് പറഞ്ഞത്. ആ 141 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 2-3 കയറ്റി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിയ 152-ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് 31 മുതൽ 41 വരെയുള്ള 141.80. ഇപ്പോൾ ഞാനെപ്പോഴും ഇന്ന് ഞാനൊരു അര പോയിൻ്റ് കുറച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ചിലപ്പോൾ ആ സമയത്ത് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് പറയുന്നുള്ളൂ. ഒരു 10 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ കോൺഫിഡൻറ്റോട് കൂടി 21 ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 5000 രൂപയാണ്. കോൺഫിഡൻറ്റോട് കൂടി, അല്ലാതെ ഇട്ടിട്ട് കാര്യമില്ല. അതവിടെ റിവേഴ്സാണെന്നും മാർക്കറ്റ് ഇന്ന സൈഡിലേക്ക് വരുമെന്നുള്ള ഒരു നോളജ് ക്രിയേറ്റ് ചെയ്തെടുക്കലാണ് അതിൻ്റെ ആദ്യത്തെ പ്രാധാന്യം. എനിവേ നമുക്ക് 3 മണിക്കുള്ള മൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 10 പോയിൻ്റ് അവിടെ ഇരിക്കട്ടെ. നമ്മൾ 3 മണിയോടുകൂടി പ്രതീക്ഷിക്കുന്നത് 152 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് 2 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഒന്ന് 10 പോയിൻറ്റ്സ്, സെക്കൻഡ് ഓപ്ഷൻ എടുത്ത പ്രൈസിൽ 1 പോയിൻ്റ് കയറ്റിയിടുക. സെക്കൻഡ് ഓപ്ഷൻ, അത് ഏത് ഓപ്ഷൻ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൺ അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. 10 പോയിൻ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 10 ലോട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ 10 പോയിൻറ്റിൽ 5 ലോട്ട് വെക്കാം. ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ 1 പോയിൻ്റോ കയറ്റി വെക്കാം. കാരണം 3 മണിക്ക് ഒരു ഡംപ് വന്നാൽ, നല്ല രീതിയിൽ ഡംപും അപ്പ് വന്നാൽ നേരെ പോയി 152-ലായിരിക്കും ക്യാൻഡിൽ ഹിറ്റ് ചെയ്യുന്നത്. 2:57 3 മണിക്കിടക്കുള്ള മൂവ്മെൻറ്റ്. ഇപ്പോൾ 2:59 അപ്പോൾ നിൽക്കുന്ന മൂവ്മെൻറ്റ് സിയിൽ കണ്ടിന്യൂ ചെയ്താൽ ഒരു മൂവ്മെൻറ്റ് എങ്ങോട്ട് കിട്ടാം? അപ്സൈഡിലേക്കാണ് പോകണമെങ്കിൽ 155 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ആദ്യം റിജക്റ്റ് ആവുന്ന 148-ലായിരിക്കും 3 മണിക്കുള്ള മൂവ്മെൻറ്റ്. ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ലോവിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അതിനുശേഷമായിരിക്കും മൂവ് അപ്പ് ഉണ്ടാവത്തുള്ളൂ. എന്നാലും ലോക്ക് ചെയ്തേക്കുക. പോട്ടെ, ഒരു 148 ഹിറ്റ് ചെയ്ത ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് എത്തി എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടാവുമായിരുന്നു. മുട്ടിയിട്ടില്ല. 148.23, 149.27. ഓക്കെ, 147 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോയാൽ മാക്സിമം ഒരു റിജക്ഷൻ വരാവുന്ന ഏരിയ 155 ആണ്.
കാരണം റൈറ്റ് സൈഡിൽ പിയിൽ 194.28 അതൊരു സപ്പോർട്ടിംഗ് സോണാണ്. അപ്പോൾ ആ സപ്പോർട്ടിംഗ് സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 152 155 വരെ മാർക്കറ്റ് പോകത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല. 131 141 148 17 പോയിൻ്റാണ് അവിടെ ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ എടുക്കാൻ പറ്റിയത്. നമുക്ക് ആഗ്രഹം 21 പോയിൻ്റാണ്. അപ്പോൾ അത് താഴത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ മതി. അത് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ 155 വരെ പോട്ടെ. 155ലേക്ക് പോകുമ്പോൾ 148ലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കണം. 152 റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 155 ആണ്. 153 ആയിട്ടുണ്ട്, 154 ആയിട്ടുണ്ട്, 154.70, 155.85. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 148ഓ 152ലേക്കോ 52ലേക്കോ ട്രെയിൽ ചെയ്ത് വെച്ചാൽ അവിടെ കിടക്കട്ടെ. ഇപ്പോഴത്തെ വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ 168ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. 162 ആ ട്രെയിൽ ചെയ്ത് പതുക്കെ അങ്ങ് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ അത് ഈ ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് വന്ന് ടച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തത്. അതാണ് മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ റീസൺ. ഇനി ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ 168ലേക്കായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഒരു എന്താ പറയുക, റിജക്ഷൻ മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവും. ആദ്യത്തെ റെസ്പെക്റ്റ് എന്തായാലും മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ ഏകദേശം കണക്ക് കൂട്ടിയാൽ തന്നെ എത്ര പോയിൻ്റാണ്? 31 41 51. ഇപ്പം 131 എൻട്രി ആണെങ്കിൽ, അല്ലെ 35 എൻട്രി ആണെങ്കിൽ 45 55 20 പോയിൻറ്റ് 21 പോയിൻറ്റ് നമ്മളുടെ ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ട്രെയിൽ ചെയ്ത് വെക്കാം, ആഫ്റ്റർ ബ്രേക്കൗട്ടിലെടുക്കാം, പകുതി ഇറങ്ങിയിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലിട്ട് വെക്കാം. ഓൾമോസ്റ്റ് ഡണ്ണാണ്. 3 മണിയുടെ ട്രേഡ് ഓൾറെഡി 3 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം 30 മിനിറ്റിൽ 25,962 കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. ഇപ്പോഴാണ് SMA ടച്ച് ചെയ്തത്. 30 മിനിറ്റിൽ SMA ഇപ്പോഴാണ് ടച്ച് ചെയ്തത്. 1 അവറിൽ 25,975 കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. മാക്സിമം ഒരു ഹിറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 168 മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് 152ലേക്ക് പോരാം. എനിവേ, വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഇത്ര മതി, ഇന്നത്തെ വീഡിയോ ഇത്ര മതി എന്ന് വിചാരിക്കുന്നു. പിന്നെ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ 26,300 26,900 സംതിങ്ങിൻ്റെ അടുത്തേക്ക് പോകാനുണ്ട്. അപ്പം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 168 കൂടെ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ 30 മിനിറ്റിലുള്ള ഫ്യൂച്ചറിൻ്റെ 26,004 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 26,000 എന്നുള്ള ലെവലിലേക്ക് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് 168ൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തു. എന്നാലും 10-25 പോയിൻ്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അതോ നമ്മുടെ ലൈവിലേക്ക്, ഇപ്പോൾ വ്യൂ പറയാൻ ഞാൻ തയ്യാറാണ്. നല്ല രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ വ്യൂ പറയാൻ ഞാൻ തയ്യാറാണ്. അത് മനസ്സിലാക്കി എടുക്കാൻ തയ്യാറുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് എപ്പോൾ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഡേ ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആണ് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു വർഷത്തിലെന്നൊക്കെ പറഞ്ഞാൽ, അതായത് സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഹിറ്റ് ചെയ്യാതെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻ്റാണ് ഇന്ന് നടന്നത്. ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു വ്യൂ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.